ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ 8ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് കേരളത്തിലെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ആ ക്ലാസ് കാണാനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെയും കഴിഞ്ഞ ക്ലാസ്സുകളുടെ എല്ലാം PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചാണ്. കേരള PSC ഏറ്റവും കൂടുതൽ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ചോദിച്ചേക്കണ ഒരു വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഷ്പ്രയാസം പറയാൻ പറ്റും, അത് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം തന്നെയാണ്. നമുക്ക് ബാക്കി കഥയിലേക്ക് പോകാം. കടന്നു പോകാൻ അനുവദിക്കുകയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇണ്ടംതുരുത്തി നമ്പ്യാതിരി ഗാന്ധിജിയോട് പറഞ്ഞ വാക്കാണിത്. ഓക്കെ, എന്താണ്? കടന്നു പോകാൻ അനുവദിക്കുകയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇണ്ടംതുരുത്തി നമ്പ്യാതിരി ഗാന്ധിജിയോട് പറഞ്ഞ വാക്കാണിത്. നമുക്കറിയാം, അതായത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ അന്ന് അധികാരം കൈയാളിയിരുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇണ്ടംതുരുത്തി മനയിലെ ദേവൻ നീലകണ്ഠൻ നമ്പ്യാതിരിയാണ്. ഓക്കെ, അപ്പോൾ ആരായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ അധികാരം കൈയാളിയിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ആരാണ്? ഇണ്ടംതുരുത്തിമനയിലെ ദേവൻ നീലകണ്ഠൻ നമ്പ്യാതിരി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, നമുക്കറിയാം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ പൊതുജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം. നിരത്തുകളിലും ക്ഷേത്രമതിലിന് ദൂരത്തായും സ്ഥാപിച്ചിരുന്ന തീണ്ടപ്പലകകൾ എടുത്തുമാറ്റണം എന്നിവയായിരുന്നു വൈക്കം സത്യാഗ്രഹം മുന്നോട്ട് വച്ച പരിമിതമായ ആവശ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് ഇതാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്ന ആ ഒരു സമയം. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കറിയാം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറുന്നതിന് വേണ്ടി നടത്തിയ സമരമായിരുന്നില്ല വൈക്കം സത്യാഗ്രഹം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതായത് അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അതായത് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം. നിരത്തുകളിലൂടെയും ക്ഷേത്രമതിലിന് ദൂരത്തായും സ്ഥാപിച്ചിരിക്കുന്ന തീണ്ടപ്പലകൾ എന്ത് ചെയ്യണം? എടുത്തു മാറ്റണം. ഇതൊക്കെയായിരുന്നു സത്യാഗ്രഹികളുടെ പരിമിതമായ ആവശ്യം എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും എന്തല്ല, അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു സമരമായിരുന്നില്ല വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. തൊട്ടപ്പുറത്തുള്ള എന്താണ്, ക്ഷേത്രത്തിന്റെ തൊട്ടപ്പുറത്തുള്ള വഴിയിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അതായത് അവർണരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് എന്ത് ചെയ്യണം? ആ വഴിയിലൂടെ നടക്കണമെന്നത്, ആ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി നടത്തിയ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ പൊതുജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം. അന്ന് കോട്ടയം ഡിവിഷൻ പേഷ്കാരായിരുന്ന KP ശങ്കരമേനോൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ചുറ്റുമതിലിന് മുന്നിലായിട്ട് ചെറിയൊരു പലകയിൽ അവരുടെ മുന്നിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു, അതായത് അയിത്തക്കാർക്ക് ഇതിനപ്പുറം പ്രവേശനമില്ല എന്ന് പറയുന്ന ഒരു ബോർഡ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം. മക്കളെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് അല്ലെങ്കിൽ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം നടക്കുന്നതിന്റെ തൊട്ടപ്പുറത്തുള്ള മതിലുകളിൽ എന്താണ്, നിലവിൽ ഈ പറയുന്ന ചെറിയ ചെറിയ പലകകളിലായിട്ട് തീണ്ടപ്പലകളിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു എന്തെന്നുള്ളത്, അതായത് അയിത്തക്കാർക്ക് ഇതിനപ്പുറം പ്രവേശനമില്ല. അങ്ങനെ എഴുതി വച്ചത് 1905 ആരാണ് അങ്ങനെ എഴുതി വച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കോട്ടയം ഡിവിഷൻ പേഷ്കാരായിരുന്ന KP ശങ്കരമേനോനാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. ആരാണ് അയിത്തക്കാർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് എഴുതി വച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം ഡിവിഷൻ പേഷ്കാരായിരുന്ന KP ശങ്കരമേനോനാണ്. എന്നാണ് ഇത് എഴുതി വച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, എന്നാണ് ഇത് എഴുതി വച്ചത്? 1905. 2024 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്? വൈക്കം സത്യാഗ്രഹമാണ്. അപ്പോൾ 2024 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ പ്രക്ഷോഭമാണ് ഏതെന്ന് പറയുന്നത്? വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വസ്തുതകളിലേക്ക് നോക്കാം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ
പൊതുജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം. അപ്പോൾ അകത്തേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടല്ല, പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. നിരത്തുകളിലും ക്ഷേത്രമതിലിന് ദൂരത്തായും സ്ഥാപിച്ചിരിക്കുന്ന തീണ്ടപ്പലകകൾ അത് എടുത്തു മാറ്റണം എന്നുള്ളതും സത്യാഗ്രഹികൾ മുന്നോട്ട് വച്ച ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു. ഓക്കെ, തിരുവിതാംകൂർ പ്രജാസഭയിലെ പ്രതിനിധിയായിരുന്ന മഹാകവി കുമാരനാശാൻ 1920 ജൂലൈ 27 നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങളിലൂടെ ഈഴവരുടെയും മറ്റ് അവർണ വിഭാഗങ്ങളുടെയും പൗരാവകാശങ്ങൾ നിഷേധിക്കുന്നതായും തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളുടെ പുറം മതിലും പൊതുനിരത്തുകളിലും തീണ്ടപ്പലകൾ സ്ഥാപിച്ചിരിക്കുന്നതായും പൊതുജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതുമായിട്ടും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, തിരുവിതാംകൂർ ഭരണകൂടം അത് നിഷേധിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നിലവിൽ ഈ പറയുന്ന അവർണരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് എന്തില്ല, നിലവിൽ ഈ പറയുന്ന അമ്പലത്തിന്റെ സൈഡിലൂടെയുള്ള ഈ പറയുന്ന റോഡിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും കിട്ടുന്നില്ല എന്നുള്ള കാര്യം ആരവതരിപ്പിക്കുകയാണ്? മഹാകവി കുമാരനാശാൻ അവതരിപ്പിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന തിരുവിതാംകൂർ പ്രജാസഭയിൽ അവതരിപ്പിച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല, അതിന് യാതൊരുവിധ എന്തും കാണിക്കുന്നില്ല. ഭരണകൂടം അത് നിഷേധിക്കുകയാണ് ഉണ്ടാകുന്നത്. ക്ഷേത്രപ്രവേശനത്തിനായുള്ള പ്രമേയം തിരുവിതാംകൂർ പ്രജാസഭയിൽ അവതരിപ്പിക്കാൻ 1921 സെപ്റ്റംബറിൽ ടി.കെ. മാധവൻ അനുമതി നേടുകയാണ്. ദിവാൻ രാഘവയ്യ അനുമതി നിഷേധിച്ചു. രാജാവിനെ മുഖം കാണിക്കാനുള്ള അവസരവും ടി.കെ. മാധവൻ എന്ത് ചെയ്തില്ല, നൽകിയില്ല. 1921 വെരി വെരി ഇമ്പോർട്ടന്റ്, സെപ്റ്റംബർ 24 തിരുനെൽവേലിയിലെത്തി മഹാത്മാഗാന്ധിയെ നേരിൽ കണ്ട ടി.കെ. മാധവൻ കേരളത്തിലെ ജാതി വിവേചനത്തെക്കുറിച്ചും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും അയിത്തോച്ചാടനത്തിന് പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് 1923 ഡിസംബർ 28 മുതൽ 1924 ജനുവരി 1 വരെ ആന്ധ്രാപ്രദേശിലെ കാക്കിനടയിൽ നടന്ന കോൺഗ്രസ് ദേശീയ സമ്മേളനത്തിൽ ടി.കെ. മാധവൻ നൽകിയ നിവേദനത്തിന്റെ ഫലമായി കോൺഗ്രസ് കമ്മിറ്റി അയിത്തോച്ചാടനത്തിന് പ്രാധാന്യം നൽകണമെന്ന് പ്രമേയം അംഗീകരിക്കുകയാണ്. ഓക്കെ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അയിത്തോച്ചാടനം സമിതികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം അങ്ങനെ എന്ത് ചെയ്യാണ്, ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഐക്യത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനുമായി നടത്തിയ ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ, അതിന്റെ ഉത്തരമാണ് എന്തെന്ന് പറയുന്നത്, വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിലേക്ക് വരുന്നുണ്ട്. എന്നാണ് ഗാന്ധിജി കേരളത്തിലേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1925 മാർച്ച് 9 മഹാത്മാഗാന്ധി വൈക്കം സന്ദർശിക്കുന്നത്. അദ്ദേഹത്തിന്റെ സെക്രട്ടറി മഹാദേവ് ദേശായി, മകൻ രാംദാസ് ഗാന്ധി, സി രാജഗോപാലാചാരി, ടി കൃഷ്ണസ്വാമി അയ്യർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ മഹാത്മാഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയായിരുന്നു? സെക്രട്ടറി മഹാദേവ് ദേശായി, മകൻ രാംദാസ് ഗാന്ധി, അതേപോലെ തന്നെ സി രാജഗോപാലാചാരി, ടി കൃഷ്ണസ്വാമി അയ്യർ, ഇത്രയും പേരും ഗാന്ധിജിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഗാന്ധിജി ആകെ എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. രണ്ടാമത് ഗാന്ധിജി അതായത് 20 വന്നു, 25 വന്നു, 27, 34, 37. അതിൻ്റെ അകത്ത് രണ്ടാമത്തെ പ്രാവശ്യം ഗാന്ധിജി കേരളത്തിൽ വന്നത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. ഗാന്ധിജി രണ്ടാമത്തെ തവണ കേരളത്തിൽ വന്നത്, അതായത് 1925. അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവർ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? സെക്രട്ടറി മഹാദേവ് ദേശായി, മകൻ രാംദാസ് ഗാന്ധി, സി രാജഗോപാല ആചാരി, ടി കൃഷ്ണസ്വാമി അയ്യർ എന്നിവരായിരുന്നു. സത്യാഗ്രഹത്തിന് സമവായം ഉണ്ടാക്കാനാണ് ഗാന്ധിജി ആദ്യം ശ്രമിക്കുന്നത്. ക്ഷേത്രത്തിന്റെ അധികാരം കയ്യാളിയിരുന്ന വ്യക്തിയായിരുന്നു അന്ന് ആരെന്ന് പറയുന്നത്? ഇണ്ടം തുരുത്തിമനയിലെ ദേവൻ നീലകണ്ഠൻ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ഈ ഒരു ചോദ്യം. അന്ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ അധികാരം കയ്യാളിയിരുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മക്കളെ? ഇണ്ടം തുരുത്തിമനയിലെ ദേവൻ നീലകണ്ഠൻ നമ്പ്യാതിരിയായിരുന്നു. കൂടിക്കാഴ്ച ക്ഷണിച്ചുകൊണ്ട് മഹാദേവ ദേശായി കുറിപ്പയച്ചു. ജാതിയിൽ വൈശ്യനായ ഗാന്ധിജിയെ കാണാൻ നമ്പ്യാതിരിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജിയേക്കാൾ ഉന്നത കുല ജാതിയിൽപ്പെട്ട ആളായിരുന്നു ആരെന്ന് പറയുന്നത്?
ഈ പറയുന്ന ദേവൻ നീലകണ്ഠൻ എന്ന് പറയുന്ന നമ്പ്യാതിരി. അദ്ദേഹം എന്ത് ചെയ്യാണ്, ഗാന്ധിജിയുമായിട്ടുള്ള കൂടിക്കാഴ്ച അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, അത് നിരസിക്കുകയാണ് ആദ്യം ഉണ്ടാകുന്നത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാണ്, ജാതിയിൽ വയസ്സനായ ഗാന്ധിജിയെ കാണാൻ നമ്പ്യാതിരിക്ക് താല്പര്യമില്ലാത്തതിനെ തുടർന്ന് തന്നെ കാണണമെങ്കിൽ വീട്ടിൽ വന്ന് കാണണമെന്നായിരുന്നു നമ്പ്യാതിരിയുടെ മറുപടി എന്ന് പറയുന്നത്. പിറ്റേന്ന് ഉച്ചയ്ക്ക് 2:30 മഹാദേവ് ദേശായി, രാംദാസ് ഗാന്ധി, സി രാജഗോപാലാചാരി, ടി കൃഷ്ണസ്വാമി അയ്യർ എന്നിവർക്കൊപ്പം മഹാത്മാഗാന്ധി ഇണ്ടംതുരുത്തി മനയിലേക്ക് പോവുകയാണ്. പക്ഷേ വൈശ്യനായ ഗാന്ധിജിയെ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന നമ്പ്യാതിരി നേരെ കാണാനൊന്നും കൂട്ടാക്കുന്നില്ല. അതിന് പകരമായിട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, അകത്ത് കടത്തിയില്ല, പകരം പ്രത്യേകം തയ്യാറാക്കിയ പുറം വരാന്തരയിലിരുത്തി, അതായത് പുറത്തൊരു വരാന്തയിൽ കൊണ്ടുപോയി ഗാന്ധിജിനെ ഇരുത്തുകയാണ്. അതിനുശേഷം നമ്പ്യാതിരിയും കൂട്ടരും അകത്തെ മുറിയിലിരിക്കുകയാണ്. തുറന്നിട്ട ജനാലയിലൂടെ ആയിരുന്നു അവരുടെ സന്ധി സംഭാഷണം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് അന്ന് ഗാന്ധിജിയെ പോലുള്ള ഒരാളെ പോലും എന്താണ് നേരിട്ട് ഗാന്ധിജിയോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കാത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ദേവൻ നീലകണ്ഠൻ നമ്പ്യാതിരി എന്ന് പറയുന്നത്. കാരണം അന്ന് എന്താണ് അത്രത്തോളം ജാതി എന്ന് പറയുന്നത്, അത്രത്തോളം എന്താണ് ഈ പറയുന്ന അവർണർ എന്ന് പറയുന്ന വിഭാഗക്കാരെ തീർത്തും അവഗണിച്ചിരുന്ന ഒരു കൂട്ടരായിരുന്നു ഇവർ. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജിയെ പോലും പുറത്തിരുത്തി വരാന്തയിലിരുത്തിയാണ് അവരെന്ത് ചെയ്യുന്നത്, സന്ധി സംഭാഷണം. ഈ സന്ധി സംഭാഷണം എന്ന് പറയുന്നത് ഏകദേശം 3 മണിക്കൂറോളം നീണ്ട ചർച്ചയാണ്. അതും പുറത്തിരുന്നു കൊണ്ട് ഒരു സൈഡില് ആരാണ്, ദേവൻ നീലകണ്ഠൻ നമ്പ്യാതിരിയും അതേപോലെ തന്നെ മറുവശത്ത് ഇരുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജിയും ഗാന്ധിജിയുടെ സെക്രട്ടറി ആയിട്ടുള്ള മഹാദേവ് ദേശായിയും അങ്ങനെ ബാക്കിയുള്ള ആളുകളൊക്കെയാണ് പുറമേ ഇരിക്കുന്നത്. 3 മണിക്കൂറോളം നീണ്ട ചർച്ചയിലെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഇത്ര മാത്രമായിരുന്നു. ഗാന്ധിജി ഒന്ന് മാത്രമാണ് പറഞ്ഞത്, അവർക്ക് ആ റോഡുകളിൽ ഇരിക്കണമെന്നില്ല, റോഡുകളിൽ അവർ മാർഗതടസ്സം ഉണ്ടാക്കില്ല, പക്ഷേ അതിലൂടെ അവർക്ക് കടന്നു പോകണമെന്ന് മാത്രം. ഇത്ര മാത്രമാണ് ഗാന്ധിജി എന്ത് ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളൂ. അതായത് നിലവില് ഈ പറയുന്ന വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കടക്കണമെന്നല്ല പറഞ്ഞത്. അതായത് എന്താണ്, ആ റോഡുകളിൽ ഇരിക്കണമെന്നും സമരം ചെയ്യണമെന്നും ഈ പറയുന്ന എന്താണ് ആളുകൾക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ എന്ത് ചെയ്യണം, ഈ നിരത്തുകളിലൂടെ അവർക്ക് ഒരു സഞ്ചാര സ്വാതന്ത്ര്യം നിങ്ങൾ തരണം എന്നതായിരുന്നു ഗാന്ധിജിയുടെ ആ ഒരു എന്താണ് സന്ധി സംഭാഷണത്തിന്റെ അവസാന വാചകം എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ കടന്നു പോകണമെന്ന് മാത്രം എന്ന് പറഞ്ഞപ്പോ ഇണ്ടംതുരുത്തി മനയിലെ നീലകണ്ഠൻ നമ്പ്യാതിരിയുടെ മറുപടി എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു, കടന്നു പോകാൻ അനുവദിക്കുകയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ചർച്ച എന്നേക്കുമായിട്ട് പാളിപ്പോവാണ്. കാരണം ഗാന്ധിജി പറയുന്നു എന്ത്, സമരത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന സത്യാഗ്രഹത്തിനൊന്നും ഈ പറയുന്ന ഞങ്ങൾക്ക് താല്പര്യമില്ല, പക്ഷെ ഞങ്ങൾക്ക് എന്ത് വേണം, ഈ പറയുന്ന ആ സ്ഥലത്തു കൂടി, അതായത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ തൊട്ടപ്പുറത്തുള്ള എന്താണ് നടപ്പാതയിലൂടെ അല്ലെങ്കിൽ വഴിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞപ്പോ ഇണ്ടംതുരുത്തി മനയിലെ നീലകണ്ഠൻ നമ്പ്യാതിരി പറഞ്ഞ കാര്യമാണ്, കടന്നു പോകാൻ അനുവദിക്കുകയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്നുള്ളത്. ചർച്ചയിൽ ഗാന്ധിജി മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ഏതെങ്കിലും പരിഗണിക്കാമോ വേണ്ടയോ എന്ന് തീരുമാനിച്ച് പിന്നീട് അറിയിക്കാം എന്നുള്ള മറുപടിയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതിന്റെ ഒരു ബദലായിട്ട് അവർ ചെയ്ത കാര്യമാണ് ഭഗവത്ഗീതയിലെ ഒരു സൂക്തം എന്ത് ചെയ്യാണ്, ഗാന്ധിജി അങ്ങോട്ടേക്ക് ചൊല്ലുകയാണ്. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നീലകണ്ഠൻ നമ്പ്യാതിരിയും തിരിച്ച് ഇങ്ങോട്ടേക്ക് ഒരു സൂക്തം പറയുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ സൂക്തം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല, പക്ഷെ ഈ 2 സൂക്തങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്, ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. 5:10 ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാണ്, സന്ധി സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. അതിന് സമവായം ഉണ്ടാവുകയില്ല. അതേ തുടർന്ന് സത്യാഗ്രഹം തുടങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ 3 മണിക്കൂറോളം നിന്ന ചർച്ചയാണ് ഗാന്ധിജിയും ഇണ്ടംതുരുത്തി മനയിലെ ദേവൻ നീലകണ്ഠൻ നമ്പ്യാതിരിയും. പക്ഷെ അതിൻ്റെ അകത്തും എന്ത് ചെയ്യുന്നില്ല, ചർച്ചയുടെ പൊരുൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചർച്ചയുടെ ആവശ്യം ഗാന്ധിജി ഉന്നയിച്ച എന്തായിരുന്നു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന താഴേക്കിടയിലുള്ള അവർണരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് ഈ പറയുന്ന പൊതുനിരത്തിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്നും, പക്ഷെ അദ്ദേഹം പറഞ്ഞതാണ് എന്ത്, എപ്പോഴും എന്താണ് കടന്നു പോകാൻ അനുവദിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച അവിടെ വെച്ച് എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ്. പിന്നീട് ഒന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ എന്താണ്, ഇവർ രണ്ടുപേരും ഭഗവത്ഗീതയിലെ 2 സൂക്തങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു സന്ധി സംഭാഷണം അവിടെ അവസാനിക്കുകയാണ്. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇതാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു, കാരണം ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് എന്താണ്, വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്
ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് എന്തെന്ന് പറയുന്നത്, വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതായത് ഐത്തക്കാർക്ക് ഇതിനപ്പുറം പ്രവേശനമില്ല എന്ന് പറയുന്ന തീണ്ടപ്പലകൾ എന്നേക്കുമായിട്ട് എടുത്തു മാറ്റുക എന്നുള്ളതായിരുന്നു ഈ പറയുന്ന സമരക്കാരുടെ ആവശ്യമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്, വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം. നിരുത്തുകളിലും ക്ഷേത്രങ്ങളിലും എന്ത് ചെയ്യരുത് ഇനി, എല്ലാ തീണ്ടപ്പലകളും എന്ത് ചെയ്യണം, എടുത്തു മാറ്റണം. ഇതൊക്കെയായിരുന്നു അവരുടെ ആവശ്യം. അന്ന് ഈ പറയുന്ന എന്താണ്, ഈ പറയുന്ന അവർണർക്ക് വേണ്ടി എന്താണ്, ഈ നിരത്തുകൂടി പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഐത്തക്കാർക്ക് ഇതിനപ്പുറം പ്രവേശനമില്ല എന്ന ബോർഡ് സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം ഡിവിഷൻ പേഷ്കാറായിരുന്ന KP ശങ്കരമേനോനാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അത് എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ, എന്നാണ്, 1905 കോട്ടയം ഡിവിഷൻ പേഷ്കാറായിരുന്ന KP ശങ്കരമേനോൻ അങ്ങനെ ഒരു ബോർഡ് സ്ഥാപിക്കുന്നത്. ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് ഏതെന്ന് പറയുന്നത്, വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അന്ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ അധികാരം കയ്യാളിയിരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇണ്ടംതുരുത്തിമനയിലെ ദേവൻ നീലകണ്ഠൻ നമ്പ്യാതിരിയാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഗാന്ധിജിയുമായിട്ട് ദേവൻ നീലകണ്ഠൻ നമ്പ്യാതിരി നടത്തിയ 3 മണിക്കൂറോളം വരുന്ന ചർച്ചയുടെ അവസാനം എടുത്ത തീരുമാനം എന്ന് പറഞ്ഞത്, ഗാന്ധിജി പറഞ്ഞു എന്ത്, അതായത് സമരം ചെയ്യാനോ സമരത്തിന് അവിടെ ഇരുന്ന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനോ താല്പര്യമില്ല, പക്ഷേ ആ നിരത്തിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്ക് തരേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാണ്, അതായത് എന്താണ്, നിലവിൽ ഈ പറയുന്ന എന്താണ്, അവർക്ക് റോഡുകളിൽ എന്താണ് ഇരിക്കാനോ അല്ലെങ്കിൽ എന്താണ് റോഡുകളിൽ മാർഗതടസ്സം ഉണ്ടാക്കാനൊന്നും താല്പര്യമില്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഇണ്ടംതുരുത്തിമനയിലെ നീലകണ്ഠൻ നമ്പ്യാതിരി പറഞ്ഞതാണ് എന്ത്, കടന്നു പോകാൻ അനുവദിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്നുള്ളത്. അങ്ങനെയാണ് ചർച്ച എന്ത് ചെയ്യുന്നത്, തീരുന്നത്. അതിനുശേഷമാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. എന്നാണ് ഡേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ബാക്കി പോയിന്റ്സിലേക്ക് പോവാം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ട സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. നമ്മൾ പറഞ്ഞു അതിലൂടെ എന്തുണ്ട്, അവർണ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രം സഞ്ചരിക്കാൻ അവകാശം ഉണ്ടായിരുന്നു. അതിലൂടെ ക്രിസ്ത്യന് നടക്കാം, മുസ്ലിമിന് നടക്കാം, പക്ഷെ എന്തില്ല, അവർണ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്ക് ഇതിലൂടെ നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണം എന്നാവശ്യപ്പെട്ട് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 പുലയ ഈഴവ നായർ സമുദായ അംഗങ്ങളായ വെരി ഇമ്പോർട്ടന്റ് ആണ് കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ. ആരൊക്കെയാണ്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ. ഇതിൻ്റെ അകത്ത് കുഞ്ഞാപ്പിയാണ് പുലയ സമുദായത്തിൽപ്പെട്ട യുവാവ്. അപ്പോ കുഞ്ഞാപ്പി, അതേപോലെ തന്നെ ബാഹുലേയൻ ഈഴവ സമുദായത്തിൽപ്പെട്ട യുവാവാണ്. ഇനി ഗോവിന്ദപ്പണിക്കർ ആകട്ടെ എന്താണ്, നായർ സമുദായത്തിൽപ്പെട്ട യുവാവ്. അങ്ങനെ ഈ 3 യുവാക്കളും എന്ത് ചെയ്യണം, ഈ പറയുന്ന അതായത് എന്താണ് ഇവിടെ പ്രവേശനമില്ല, അതായത് എന്താണ് അവർണർക്ക് ഇവിടെ പ്രവേശനമില്ല എന്ന് പറയുന്ന തീണ്ടപ്പലക എഴുതി വച്ചിരിക്കുന്ന ഇതിലൂടെ കടന്ന് എന്ത് ചെയ്യണം, ക്ഷേത്രത്തിന്റെ ഈ വഴിയിലൂടെ നടന്ന് മുന്നോട്ടേക്ക് പോകണം. ഇതായിരുന്നു സത്യാഗ്രഹികൾ മുന്നോട്ടേക്ക് വെച്ചത്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ആ ഒരു സമയത്ത് പല കലാപങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. കാരണം ഈ വഴിയിലൂടെ അന്ന് കടന്നു പോകാനായിട്ടുള്ള പെർമിഷൻ ഉണ്ടായിരുന്നത് ഒരേ ഒരു ജാതിയിൽപ്പെട്ട, അതായത് ഈ 3 പേരിൽ നോക്കുകയാണെങ്കിൽ നായർ സമുദായത്തിൽപ്പെട്ട യുവാവായ ഗോവിന്ദപ്പണിക്കർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിലൂടെ കടന്നു പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, കുഞ്ഞാപ്പിയെയും ബാഹുലേയനെയും ഒപ്പം കൂട്ടി കടന്നു പോകുന്നു. ഇതായിരുന്നു അവരുടെ സമരമുറ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകളും എന്ത് ചെയ്യുന്നു, ഇതിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതായിരുന്നു അവരുടെ സമരമുറ. ഓക്കെ, വൈക്കം സത്യാഗ്രഹം നടന്ന ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏതു കായലിന്റെ തീരത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, വേമ്പനാട്ടു കായലിന്റെ തീരത്താണ് വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയാണ് വൈക്കം മഹാദേവ ക്ഷേത്രം? വേമ്പനാട്ടു കായലിന്റെ തീരത്താണ് എന്ത് ചെയ്യുന്നത്, വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാക്കളെ അതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്
TK മാധവൻ, 2 K കേളപ്പൻ, 3 CV കുഞ്ഞിരാമൻ, 4 KP കേശവമേനോൻ. ഓക്കെ, അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാ? TK മാധവൻ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ. വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതിമത ഭേദമന്യേ സഞ്ചാരയോഗ്യം ആക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയായിരുന്നു N കുമരൻ എന്ന് പറയുന്നത്. 1925 പ്രമേയം അവതരിപ്പിക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തോടെ അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നും എത്തിയ വിഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കൽ PSC ചോദിച്ച ചോദ്യവുമാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ആരാണ്? അകാലികളാണ്. ഓക്കെ, ആരാണ്? അകാലികളാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അകാലികളാണ്. അകാലികളുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാൽ സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ പഞ്ചാബിൽ നിന്നും എത്തിയത് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചെത്തിയ ആളുകളാണ് ആരെന്ന് പറയുന്നത്? അകാലികൾ. അവരുടെ നേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ലാൽ സിംഗ് ആണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച ദേശീയ നേതാവായിരുന്നു EV രാമസ്വാമി നായ്ക്കർ. ഓക്കെ, EV രാമസ്വാമി നായ്ക്കർ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ എന്താണ് പെരിയോർ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? EV രാമസ്വാമി നായ്ക്കർ ആണ്. അതേപോലെ തന്നെ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ആരാണ്? EV രാമസ്വാമി നായ്ക്കർ ആണ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിനെ ശിഷ്യന്മാരാരൊക്കെയാന്ന് ചോദിച്ചാൽ സ്വാമി സത്യാവ്രതനും കോട്ടുകോയിക്കൽ വേലായുധനുമാണ്. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ്? വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരാണ് സ്വാമി സത്യാവ്രതനും കോട്ടുകോയിക്കൽ വേലായുധനും. വൈക്കം സത്യാഗ്രഹ സമയത്ത് അദ്ദേഹം സത്യാഗ്രഹികൾക്കായിട്ട് തുറന്നു കൊടുത്ത ആശ്രമമായിരുന്നു വെല്ലൂർ മഠം. ഓക്കെ, അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന്റെ ആശ്രമമായി ഉപയോഗിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെല്ലൂർ മഠമാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വന്ന ദേശീയ നേതാക്കൾ ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആരൊക്കെയാണ്? നമ്മുടെ നമ്മുടെ EV രാമസ്വാമി നായ്ക്കർ ഉണ്ട്. അതേപോലെ തന്നെ ആരാണ്? നമ്മുടെ ശ്രീനാരായണ ഗുരു ഉണ്ട്. അതേപോലെ തന്നെ ആരാണ്? ആചാര്യ വിനോബ ഭാവയുണ്ട്. ഓക്കെ, അതായത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷിക്കാൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹം നിരീക്ഷിക്കാൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആചാര്യ വിനോബ ഭാവ എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ നിർദ്ദേശ പ്രകാരം എന്താണ്? വൈക്കം സത്യാഗ്രഹത്തെ നിരീക്ഷിക്കാൻ വേണ്ടി വന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ആചാര്യ വിനോബ ഭാവ. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കുക. ഗാന്ധിജിയുടെ മധ്യസ്ഥതയിൽ സത്യാഗ്രഹം വിജയകരമായി അവസാനിക്കുകയാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമത ഭേദമന്യേ തുറന്നുകൊടുത്ത് 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ച ദിവസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 1925 നവംബർ 23 അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? T രാഘവയ്യാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? T രാഘവയ്യ. അവസാനിക്കുമ്പോഴോ ME വാട്സ് ആണ്. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസമാണ് നീണ്ടു നിന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് എത്ര ദിവസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം? 603 ദിവസമാണ്. ഓക്കെ, ഇത് PSC എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം, വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്, അതേപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണ്? TK മാധവനാണ്. TK മാധവൻ ഐത്തോച്ചാടന പ്രമേയം പാസാക്കിയത് 1923 കോൺഗ്രസ് സമ്മേളനം കാക്കിനടയാന്നുള്ളതും ഓർത്തു വയ്ക്കാം. പ്രമേയം പാസാൻ മുൻകൈ എടുത്തത് TK മാധവൻ. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന അന്ന് നമ്മുടെ മന്നത്ത് പത്മനാഭൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഐത്തം മതിലിനകത്ത് ഒളിച്ചിരിക്കുന്നു, കേരളത്തിൽ വേണം പുതിയ നവംബർ വിപ്ലവങ്ങൾ എന്നുള്ളത്. അങ്ങനെ പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് നമ്മുടെ മന്നത്ത് പത്മനാഭനാണ്. അതായത് കേരള ചരിത്ര താളുകളിൽ വലിയ മാറ്റങ്ങളുടെ സാക്ഷിയാണ് നവംബർ മാസം എന്ന് പറയുന്നത്. ജാതിയുടെ നാറുന്ന വിഴുപ്പ് ചുമന്ന തളർന്ന ജനത ഒരു നവസമൂഹം യാഥാർത്ഥ്യമാക്കാനുള്ള മുന്നേറ്റങ്ങളെല്ലാം തുടങ്ങിയത് നവംബർ മാസത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മന്നത്ത് പത്മനാഭൻ അന്ന് പറഞ്ഞത് ഐത്തം മതിലിനകത്ത് ഒളിച്ചിരിക്കുന്നു,
കേരളത്തിന് വേണം പുതിയ നവംബർ വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ആരാണ്? അത് നമ്മുടെ മന്നത്ത് പത്മനാഭന് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അദ്ദേഹമാണ് വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥ നയിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? നമ്മുടെ മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് ആരാണ് സവർണ ജാഥ നയിച്ച രണ്ടുപേരുണ്ട്. ഒന്ന് എം.ഇ. നായിഡുവും അതേപോലെ തന്നെ മന്നത്ത് പത്മനാഭനും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസ് ആയിട്ട് ഇതിൻ്റെ അകത്ത് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. കാരണം ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ എല്ലാം പറഞ്ഞത്. അപ്പോൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ പൊതുജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാൻ വേണ്ടി നടത്തിയ പ്രക്ഷോഭമായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവർക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ തൊട്ടപ്പുറത്തുള്ള വഴികളിലൂടെ നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ 2024 100ാം വാർഷികം വൈക്കം സത്യാഗ്രഹത്തിന്റെ ആഘോഷിക്കുന്നത്. അന്ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ മേലധികാരിയായിരുന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരുന്നു? അതാണ് എന്തെന്ന് പറയുന്നത് ഇണ്ടന്തുരുത്തി മനയിലെ ദേവൻ നീലകണ്ഠൻ നമ്പ്യാതിരി ആയിരുന്നു അന്നേരത്തെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ അധികാരം കൈയാളിയിരുന്ന വ്യക്തി എന്ന് പറയുന്നത്. അദ്ദേഹവും ഗാന്ധിജിയും തമ്മിൽ എന്ത് ചെയ്യാണ്? ഒരു സന്ധി സംഭാഷണം നടത്തുകയാണ്. ഏകദേശം 3 മണിക്കൂറോളം വരുന്ന. പക്ഷെ ആ സന്ധി സംഭാഷണത്തിലും ഒരു പ്രയോജനവും ഉണ്ടാവുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് റോഡുകളിൽ ഇരിക്കാനും അതേപോലെ തന്നെ ഇരിക്കണമെന്നുമില്ല. റോഡുകളിൽ അവർ മാർഗതടസ്സം ഉണ്ടാക്കണമെന്നുമില്ല. അതിലൂടെ അവർക്ക് കടന്നു പോകണമെന്ന് മാത്രം മതി എന്നാണ് ഗാന്ധിജി പറഞ്ഞപ്പോൾ ഇണ്ടന്തുരുത്തി മനയിലെ ദേവൻ നീലകണ്ഠൻ നമ്പ്യാതിരി പറഞ്ഞതോ കടന്നു പോകാൻ അനുവദിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. ഓക്കെ, ഇനി വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് നിലവില് അയിത്തക്കാർക്ക് ഇതിനപ്പുറം പ്രവേശനമില്ല എന്ന ബോർഡ് സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ അന്നേരത്തെ കോട്ടയം ഡിവിഷൻ പേഷ്കാറായിരുന്ന KP ശങ്കരമേനോനാണ്. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1905 ഓർത്തു വയ്ക്കുക. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരം അത് തന്നെയാണ് വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ട സമരവും വൈക്കം സത്യാഗ്രഹം തന്നെയാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ അവകാശമില്ലായിരുന്നു. അത് നേടിയെടുക്കാനായിരുന്നു ഈ സത്യാഗ്രഹം. അതിനു വേണ്ടിയിട്ട് ആദ്യത്തെ ദിവസം തന്നെ ആരൊക്കെയായിരുന്നു സമരപന്തലിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ 3 പേരാണ് വെരി വെരി ഇമ്പോർട്ടന്റ്. 1 കുഞ്ഞാപ്പി, 2 ബാഹുലേയൻ, 3 ഗോവിന്ദപ്പണിക്കർ. കുഞ്ഞാപ്പി പുലയ സമുദായത്തിൽപ്പെട്ട യുവാവും, ബാഹുലേയൻ ഈഴവ സമുദായത്തിൽപ്പെട്ട യുവാവും, ഗോവിന്ദപ്പണിക്കർ നായർ സമുദായത്തിൽപ്പെട്ട യുവാവും. ഇതില് ഗോവിന്ദപ്പണിക്കർക്ക് മാത്രമാണ് ഇതിലൂടെ നടക്കാനുള്ള പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ 2 പേരെയും കൂടി ഈ നിരത്തിലൂടെ നടത്തുകയും അങ്ങനെ ഒരു വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം മുന്നോട്ടേക്ക് പോകുന്നു. ഓക്കെ, ഇനി വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിന്റെ തീരത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വേമ്പനാട്ടുകായലിന്റെ തീരത്താണ് വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾ ആയിരിക്കാന്ന് ചോദിച്ചാൽ മക്കളെ TK മാധവൻ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ. വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതി മതഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഒരു പ്രമേയം അവതരിപ്പിച്ചത്. അത് N കുമാരനാണ്. ഓക്കെ, ഇനി വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമായിരുന്നു അകാലികൾ എന്ന് പറയുന്നത്. ഒരിക്കൽ PSC ചോദിച്ചേക്കണെയാണ്. ഇപ്പൊ ചോദിക്കാറില്ല. അകാലികളുടെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ ലാൽ സിംഗ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് EV രാമസ്വാമി നായ്ക്കർ. പെരിയോർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതേപോലെ തന്നെ ഈ പറയുന്ന വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നു. തന്തൈ പെരിയോർ എന്ന പേരിൽ അറിയപ്പെടുന്നതും ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരായിരുന്നു സ്വാമി സത്യാവൃതനും കോട്ടുകോയിക്കൽ വേലായുധനും. വൈക്കം സത്യാഗ്രഹം ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമമാണ് വെല്ലൂർ മഠം. അദ്ദേഹം വെല്ലൂർ മഠം സത്യാഗ്രഹികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഓക്കെ, അപ്പോൾ വൈക്കം സത്യാഗ്രഹികൾക്ക് വേണ്ടി ഗാന്ധിജി തുറന്നു കൊടുത്ത അദ്ദേഹത്തിന്റെ ആശ്രമമായിരുന്നു വെല്ലൂർ മഠം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്? വൈക്കം സത്യാഗ്രഹികൾക്ക് വേണ്ടിയിട്ട് അന്നത്തെ 1000 രൂപയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? വൈക്കം സത്യാഗ്രഹികൾക്ക് വേണ്ടിയിട്ട് സംഭാവന കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വൈക്കം സത്യാഗ്രഹികൾക്ക് വേണ്ടി ശ്രീനാരായണ ഗുരു എത്ര രൂപയാണ് സംഭാവന കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ 1000 രൂപയാണ് സംഭാവനയായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? വൈക്കം സത്യാഗ്രഹികൾക്ക് കൊടുക്കുന്നത്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്?
അദ്ദേഹത്തിന്റെ വെല്ലൂർ മഠവും സത്യാഗ്രഹികൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുകയാണ്. ഓക്കെ, വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലത്ത് യാഥാസ്ഥികരുമായി ഗാന്ധിജി ചർച്ച നടത്തിയ മന, നമ്മളിപ്പോൾ തൊട്ടു മുമ്പ് പറഞ്ഞു ഇണ്ടന്തുരുത്തി മന, അതിൻ്റെ അകത്ത് ഏത് നമ്പ്യാതിരി ആയിട്ടാണ് ഗാന്ധിജി ചർച്ച നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവൻ നീലകണ്ഠൻ എന്ന് പറയുന്ന നമ്പ്യാതിരിയുമായിട്ടാണ് അദ്ദേഹം ചർച്ച നടത്തുന്നത്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സത്യാഗ്രഹം നടത്തി അഹിന്ദുക്കളാണ് ആരൊക്കെ? ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹിമാനാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സത്യാഗ്രഹം നടത്തിയ അഹിന്ദുക്കളായിട്ടുള്ള വ്യക്തികൾ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷിക്കാൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആചാര്യ വിനോബ ഭാവെ. ഗാന്ധിജിയുടെ മധ്യസ്ഥതയിൽ സത്യാഗ്രഹം വിജയകരമായി അവസാനിക്കുകയാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1925 നവംബർ 23. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമത ഭേദമന്യേ തുറന്നുകൊടുത്ത് 1925 നവംബർ 23. വൈക്കം സത്യാഗ്രഹം അവസാനിച്ച ദിവസം എന്നാ ചോദിച്ചാൽ 1925 എന്നാണ് നവംബർ 23. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദിവാനായിരുന്നു ടി രാഘവയ്യ. അവസാനിക്കുമ്പോൾ ആരാണ്? ME വാട്സ്. എത്ര ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്. 603 ദിവസം. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവായിരുന്നു TK മാധവൻ. അയിത്തോച്ചാടനത്തിനെതിരെ അദ്ദേഹം പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം കാക്കിനടയാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ പ്രമേയം പാസ്സാക്കാൻ മുൻകൈ എടുത്തതും TK മാധവൻ തന്നെയാണ്. അന്ന് മന്നത്ത് പത്മനാഭൻ പറഞ്ഞ ഒരു കൊട്ടേഷനാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അയിത്തം മതിലിനകത്ത് ഒളിച്ചിരിക്കുന്നു, കേരളത്തിന് വേണം പുതിയ നവംബർ വിപ്ലവങ്ങൾ. അങ്ങനെ എന്താണ്, നവംബർ മാസത്തിലാണ് അയിത്തത്തിനും അതേപോലെ തന്നെ അനാചാരത്തിനും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള എല്ലാ വിപ്ലവങ്ങളുടെയും വിജയങ്ങൾ സാധ്യമാകുന്നത് നവംബർ മാസത്തിലാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചരിത്ര താളുകളിൽ വലിയ മാറ്റങ്ങളുടെ സാക്ഷിയാണ് നവംബർ എന്ന് പറയുന്നത്. ജാതിയുടെ നാറുന്ന വിഴുപ്പ് ചുമന്ന തളർന്ന ജനത ഒരു നവസമൂഹം യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ മുന്നേറ്റങ്ങളും നടന്നത് നവംബർ മാസത്തിലാണ്. ഇപ്പോൾ ക്ഷേത്രപ്രവേശനമാണെങ്കിലും ഗുരുവായൂർ സത്യാഗ്രഹം അതേപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം എല്ലാം എന്താണ് നവംബർ മാസത്തിലെ വിപ്ലവങ്ങളാണെന്നുള്ളത് അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അയിത്തം മതിലിനകത്ത് ഒളിച്ചിരിക്കുന്നു, കേരളത്തിന് വേണ്ടി പുതിയ നവംബർ വിപ്ലവങ്ങൾ എന്ന് മന്നത്ത് പത്മനാഭൻ പറഞ്ഞത്. ഓക്കെ, ഇനി സവർണ ജാഥ. നമുക്കറിയാം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥയായിരുന്നു സവർണ ജാഥ എന്ന് പറയുന്നത്. നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. സവർണ ജാഥ സംഘടിപ്പിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ 1924 നവംബർ 1 സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭൻ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത്. നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ ME നായിഡു ആണ്. അപ്പോൾ 2 സവർണ ജാഥയാണ്. ഒന്ന് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കും, അതേപോലെ തന്നെ ME നായിഡുവിന്റെ നേതൃത്വത്തിൽ എവിടെ നിന്നാണ്, നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് 2 സവർണ ജാഥകൾ നടത്തി മന്നത്ത് പത്മനാഭനും ME നായിഡുവും. വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖ ജാഥ നയിച്ചതും മന്നത്ത് പത്മനാഭൻ. സവർണ ജാഥയുടെ അവസാനം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിക്കപ്പെട്ടത് സേതു ലക്ഷ്മി ഭായിക്കാണ്. അപ്പോൾ സവർണ ജാഥയുടെ അവസാനം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിക്കപ്പെട്ടത് സേതു ലക്ഷ്മി ഭായിക്കാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവായിരുന്നു TK മാധവൻ. അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കി, അതൊക്കെ ആരാണ്? TK മാധവനാണ്. അതേപോലെ തന്നെ പ്രമേയം പാസാക്കുവാൻ മുൻകൈയെടുത്ത TK മാധവൻ വൈക്കം ക്ഷേത്രത്തിലുള്ള എല്ലാ വഴികളും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥന നിവേദനം സമർപ്പിച്ചത് മഹാറാണി സേതുലക്ഷ്മി ബായിക്കാണ്. വൈക്കം സത്യാഗ്രഹ നിവേദനത്തിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23,000 വൈക്കം സത്യാഗ്രഹ നിവേദനത്തിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം 23,000. നിവേദനം സമർപ്പിക്കാൻ നേതൃത്വം നൽകിയത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ്. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1928 തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ച വർഷം 1928. വൈക്കം സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ.
അതേപോലെ തന്നെ ആരാണ്? എം.ഇ. നായിഡു ആണ്. നാഗർകോവിൽ നിന്നും എന്താണ്? തിരുവനന്തപുരത്തേക്ക്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സവർണ ജാഥ നയിച്ച നേതാവാണ് മന്നത്ത് പത്മനാഭൻ. നാഗർകോവിൽ നിന്ന് ജാഥ നടത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? എം.ഇ. നായിഡുവാണ്. നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് SCERT മൊത്തം, അതേപോലെ തന്നെ നമ്മുടെ എന്താണ് റാങ്ക് ഫയലുകൾ, അതേപോലെ തന്നെ നമുക്ക് റെഫറൻസ് ടെസ്റ്റുകൾ എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. പക്കാ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആണിത്. ഇതിനപ്പുറത്തേക്ക് ഇനി വൈക്കം സത്യാഗ്രഹവുമായിട്ട് നിങ്ങൾക്ക് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. എല്ലാ പോയിന്റ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തു വയ്ക്കുക, വർഷം എന്താണെന്നുള്ളത് ഒരു 10ഓ 15ഓ പ്രാവശ്യം എഴുതി തന്നെ പഠിച്ചോ. അത്രയ്ക്കധികം എന്ത് ചെയ്തിട്ടുണ്ട്? PSC എക്സാമുകളിൽ ചോദിച്ചൊരു വർഷമാണ് വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30-നാണ് ആരംഭിച്ചത്. അപ്പോൾ എന്തായിരുന്നു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ പൊതുജനങ്ങൾക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം എന്താണ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു സമരമായിരുന്നു എന്തെന്ന് പറയുന്നത്? വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെന്ത് ഈ പറയുന്ന ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം എന്ന് വൈക്കം സത്യാഗ്രഹത്തിനെ പറയുന്നത്. ആ സമയത്ത് അന്നത്തെ ഡിവിഷൻ പേഷ്കാറായിരുന്നു KP ശങ്കരമേനോൻ. അദ്ദേഹം സ്ഥാപിച്ച ബോർഡ് മറികടന്ന് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതായിരുന്നു സത്യാഗ്രഹികളുടെ ഏറ്റവും വലിയ എന്താണ് അജണ്ട എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന ആരൊക്കെ? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ, ഇവർ 3 പേരുമായിരുന്നു ആദ്യത്തെ സത്യാഗ്രഹികളായിട്ട് മുന്നോട്ടേക്ക് വന്ന യുവാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെല്ലാം വ്യക്തമായി പഠിച്ചു, എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഒത്തിരി നമ്മൾ പുതിയ പോയിന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഇണ്ടന്തുരുത്തിമനയിലെ ദേവൻ നീലകണ്ഠൻ, അതേപോലെ തന്നെ ഗാന്ധിജിയുമായിട്ടുള്ള 3 മണിക്കൂർ ചർച്ച. അതായത് ഉന്നതകുല ജാതിയിൽപ്പെട്ട ഒരാളായതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അദ്ദേഹം അപ്പുറത്ത് വരാന്തയിലിരുന്ന് ഗാന്ധിജിയുമായി ജനലിലൂടെയാണ് സന്ധി സംഭാഷണം നടത്തിയത്. അന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു ഒന്ന് എന്താണ്? ഗാന്ധിജി പറഞ്ഞു എന്താണ്? സമരത്തിൽ ഇരിക്കാനോ, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന എന്താണ് വഴിയിലൂടെയുള്ള എന്താണ് സഞ്ചാര സ്വാതന്ത്ര്യം ബുദ്ധിമുട്ടിക്കാനോ ഞങ്ങൾക്ക് എന്തില്ല, റോഡുകളിൽ ഇരിക്കാനോ, റോഡുകളിൽ അവർ മാർഗതടസ്സം ഉണ്ടാക്കില്ല, അതിലൂടെ അവർക്ക് കടന്നു പോകണമെന്ന് മാത്രമായിരുന്നു ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് കടന്നു പോകാൻ അനുവദിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്കിനി എന്ത് ചെയ്യാം? അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് കൽപ്പാത്തി സമരം. പാലക്കാട്ടെ കൽപ്പാത്തി ക്ഷേത്ര റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സമരമാണെന്ന് കൽപ്പാത്തി സമരം. ഓക്കെ, അപ്പോൾ പാലക്കാട്ടെ കൽപ്പാത്തി ക്ഷേത്ര റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സമരമാണ് കൽപ്പാത്തി സമരം. കൽപ്പാത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സംഘടനയാണ് ആര്യസമാജം. സമരത്തിന് നേതൃത്വം നൽകിയവരാണ് ആനന്ദതീർത്ഥനും വേദബന്ധു വെങ്കിടാചല അയ്യരും. ഓക്കെ, അപ്പോൾ കൽപ്പാത്തി സമരം നടന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ജില്ലയിലാണ്? പാലക്കാടാണ്. കൽപ്പാത്തി ക്ഷേത്ര റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സമരമാണ് കൽപ്പാത്തി സമരം എന്ന് പറയുന്നത്. ഈ കൽപ്പാത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സംഘടന ഏതാന്ന് ചോദിച്ചാൽ മക്കളെ ഏതാ? ആര്യസമാജമാണ്. ഓക്കെ, സമരത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാ? ആനന്ദതീർത്ഥൻ, വേദബന്ധു, വെങ്കിടാചല അയ്യർ. ഇവരെ 3 പേരെ എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അടുത്തതാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സത്യാഗ്രഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സത്യാഗ്രഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1926 ഫെബ്രുവരി 19-നാണ് ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ശുചീന്ദ്രം സത്യാഗ്രഹം കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ എം.ഇ. നായിഡു. ഓക്കെ, അപ്പോൾ ശുചീന്ദ്രം സത്യാഗ്രഹം കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ആരാണ്? എം.ഇ. നായിഡു. ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു മുത്തുസ്വാമി. ആരാണ്? മുത്തുസ്വാമിയാണ് ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെട്ടത് മുത്തുസ്വാമി. ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് എം.ഇ. നായിഡു, എച്ച് പെരുമാൾ പണിക്കർ, PC താണുപിള്ള, മലയ പെരുമാൾ ഗാന്ധിദാസ്. ഇത്രയും പേരാണ് ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. നടന്നത് അല്ലെങ്കിൽ ആരംഭിച്ചതെന്നാ ചോദിച്ചാൽ 1926 ഫെബ്രുവരി 19.
ഇത് പുനരാരംഭിച്ച വർഷം 1930 മെയ് 12. പുനരാരംഭിച്ച സത്യാഗ്രഹത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഗാന്ധി രാമൻ പിള്ള. ഓക്കെ, അപ്പോൾ എന്താണ് തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി, അതായത് ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സത്യാഗ്രഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ആരംഭിച്ചത് 1926 ഫെബ്രുവരി 19. ഇതിന്റെ സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ എം.ഇ. നായിഡു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ചോദിച്ചേക്കുന്നത് ഇങ്ങനെയാണ്: ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സത്യാഗ്രഹം താഴെ പറയുന്നതിൽ ഏതാന്ന് ചോദിച്ചാൽ അത് ശുചീന്ദ്രം സത്യാഗ്രഹമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തതാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു. അതായത് എന്ത്? വൈക്കം സത്യാഗ്രഹം. അതായത് വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്യത്തിനെതിരായിട്ടും അതേപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു സംഘടിത പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം. പക്ഷേ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യങ്ങൾക്കായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഇതിൻ്റെ അകത്ത് എന്ത് വേണം? എല്ലാ അവർണർക്കും എന്ത് ചെയ്യണം? ഈ പറയുന്ന ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റണം എന്നുള്ളതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് മന്നത്ത് പത്മനാഭൻ പറഞ്ഞത് ആ ഒരു കൊട്ടേഷൻ എന്താണ്? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു എന്താണ്? കേരള ചരിത്രത്തിൽ വലിയ മാറ്റങ്ങളുടെ സാക്ഷിയായത് നവംബർ മാസം. അതുകൊണ്ടാണ് അന്ന് മന്നം പറഞ്ഞത് അയിത്തം മതിലിനകത്ത് ഒളിച്ചിരിക്കുന്നു, കേരളത്തിൽ വേണം പുതിയ നവംബർ വിപ്ലവങ്ങൾ. കണ്ടോ? അതായത് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നു, അതും എന്ന് തന്നെയാണ് 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ച KPCC സമ്മേളനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1931 വടകര സമ്മേളനമാണ്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1931 നവംബർ 1. അതിന് നമ്മളൊരു കോഡ് പഠിച്ചിട്ടുണ്ട്. ഉഗുനി എന്ന് പറയുന്ന ഒരു കോഡാണ്. അതായത് ഉഗുനി എന്ന് നമ്മൾ ആദ്യം തന്നെ എഴുതുക, അതിന്റെ താഴെ എഴുതുക 30, 31, 32. അപ്പോൾ ഉഗുനി 30, 31, 32 എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 1930 ഉപ്പ് സത്യാഗ്രഹം. അതാണ് ഉ എന്ന് എഴുതി വെക്കുന്നത്. ഇനി അടുത്തതാണ് ഗുരുവായൂർ സത്യാഗ്രഹം 1931. അതുകൊണ്ടാണ് ഗു നീ എന്ന് പറയുന്നത്. അടുത്തത് നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവർത്തന പ്രക്ഷോഭമാണ്. അപ്പൊ ഉഗുനി 30, 31, 32 എന്ന് നിങ്ങൾ താഴെ എഴുതുക. ഫസ്റ്റ് രണ്ടാമത് ഗു, മൂന്നാമത് നീ. അപ്പൊ ഗു നീ, എന്നിട്ട് ഊവിന്റെ താഴെ എന്ത് എഴുതുക? 30. അതായത് ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930. ഇനി ഗു എന്നതിന്റെ താഴെ എന്ത് എഴുതുക? 31. ഗുരുവായൂർ സത്യാഗ്രഹം 1931 നവംബർ 1 നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്താണ് നിവർത്തന പ്രക്ഷോഭം. അതാണ് 1932. അപ്പൊ ഉഗുനി 30, 31, 32 മറക്കണ്ട, ഒരു മാർക്ക് അവിടെ സെറ്റാണ്. ഓക്കെ, ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവർ കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി കെ കേളപ്പനും ആണെന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ആരാണ്? നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ കേളപ്പൻ എന്ന് പറയുന്നത്. പക്ഷെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും അതേപോലെ തന്നെ സെക്രട്ടറി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ കേളപ്പനുമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ കേളപ്പനാണ്. അതേപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മന്നത്ത് പത്മനാഭനാണ് എന്തെന്ന് പറയുന്നത് പ്രസിഡന്റ്. അതേപോലെ തന്നെ സെക്രട്ടറി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ കേളപ്പനാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഗുരുവായൂർ ക്ഷേത്ര പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആയിരുന്നു ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഓക്കെ, ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് ഗുരുവായൂർ ക്ഷേത്ര പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര പ്രചരണ കമ്മിറ്റിയുടെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ഈ പറയുന്ന സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത്. അങ്ങനെ വിശേഷിപ്പിച്ചത് EMS നമ്പൂതിരിപ്പാടാന്നുള്ളതും ഒന്ന് ഓർത്തു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര പ്രചരണ കമ്മിറ്റിയുടെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ആരാണ്? ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. അദ്ദേഹം അറിയപ്പെടുന്ന വിശേഷണമാണ് കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
EMS നമ്പൂതിരിപ്പാടാണെന്നുള്ളതും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു AK ഗോപാലൻ. ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? AK ഗോപാലനാണ്. കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21 കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത്. ഗാന്ധിജി ഇടപെട്ട് നിരാഹാര സത്യാഗ്രഹം പിൻവലിച്ചത് 32 ഒക്ടോബർ 2. ഗാന്ധി ജയന്തിയുടെ അന്നാണ് ഇത് എന്ത് ചെയ്യുന്നത്, സത്യാഗ്രഹം പിൻവലിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രമണി അടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ ക്ഷേത്രമണി അടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റ സത്യാഗ്രഹ നേതാക്കളായിരുന്നു P കൃഷ്ണപിള്ളയും AK ഗോപാലനും. ഓക്കെ, അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റ സത്യാഗ്രഹ നേതാക്കളായിരുന്നു ആരൊക്കെ? P കൃഷ്ണപിള്ള, അതേപോലെ തന്നെ AK ഗോപാലൻ. ഓക്കെ, അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടത്തിയത്. ഓക്കെ, അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത്. അതേപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റ സത്യാഗ്രഹ നേതാക്കൾ P കൃഷ്ണപിള്ള, AK ഗോപാലൻ. ഗുരുവായൂർ ക്ഷേത്രം മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? P കൃഷ്ണപിള്ളയാണ്. എൻ്റെ കണ്ണിൽ ഇരുൾ വ്യാപിച്ചു വരുന്നു, എൻ്റെ ശരീരമാകെ തളരുകയാണ്, ഇത് എന്തു സംഭവിക്കുമെന്ന് എനിക്കറിയാം, സഖാക്കളെ മുന്നോട്ട് ലാൽസലാം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് P കൃഷ്ണപിള്ളയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പാമ്പുകടി ഏറ്റാണ് അദ്ദേഹം മരിക്കുന്നത്. ഈ പറയുന്ന P കൃഷ്ണപിള്ള. സഖാവ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? നമ്മുടെ P കൃഷ്ണപിള്ളയാണ്. അപ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണ്, എൻ്റെ കണ്ണിൽ ഇരുൾ വ്യാപിച്ച് വരുന്നു, എൻ്റെ ശരീരമാകെ തളരുകയാണ്, എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം, സഖാക്കളെ മുന്നോട്ട് ലാൽസലാം. ഇതാരുടെ വാക്കുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുടെയാണ്? ഈ പറയുന്ന നമ്മുടെ P കൃഷ്ണപിള്ളയുടെ വാക്കുകളാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ പാമ്പുകടി ഏറ്റ് മരിച്ച വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടന്ന താലൂക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് പൊന്നാനി താലൂക്കാണ്. ഓക്കെ, അപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടന്ന താലൂക്കാണ് പൊന്നാനി താലൂക്ക്. ഈ ജനഹിത പരിശോധനയിൽ ഗവർണർ ക്ഷേത്രം പ്രവേശനം നടത്തുന്നതിന് ഭൂരിഭാഗം ജനങ്ങളും അനുകൂലമാണെന്ന് വസ്തുത വെളിപ്പെടുത്തി. ഓക്കെ, അപ്പോൾ ഈ ജനഹിത പരിശോധനയിൽ ഗവർണർ ക്ഷേത്ര പ്രവേശനം നടത്തുന്നതിന് ഭൂരിഭാഗം ജനങ്ങളും എന്താണ്? അനുകൂലമാണെന്നുള്ള വസ്തുതയാണ് വെളിപ്പെടുത്തിയത്. അപ്പോൾ ഇത്രയാണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അതായത് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന് ആവശ്യവുമായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ഏതെന്ന് പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ച KPCCയുടെ സമ്മേളനം വേണമെങ്കിൽ ചോദിക്കാം. അത് 1931 വടകര സമ്മേളനമാണ്. വടകര സമ്മേളനം. ഓക്കെ, അപ്പോൾ ഏതാണ്? വടകര സമ്മേളനത്തിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ച KPCC സമ്മേളനം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവർ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി കേളപ്പനുമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഗുരുവായൂർ പ്രവേശന പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആയിരുന്നു T സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെട്ടത് അദ്ദേഹമാണ്. അതേപോലെ തന്നെ എന്താണ് ഇദ്ദേഹം കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെട്ടു. അതേപോലെ തന്നെ എന്താണ് ഗുരുവായൂർ ക്ഷേത്ര പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആയിരുന്നു T സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് AK ഗോപാലൻ. എത്രയോ തവണ PSC ചോദിച്ച ചോദ്യമാണിത്, ഇപ്പോഴും PSC ചോദിക്കാറുണ്ട്. കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെയാണ്. ആദ്യത്തെ ഗുരുവായൂർ ക്ഷേത്രം മണിയടിച്ച അബ്രാഹ്മണൻ ആരാന്ന് ചോദിച്ചാൽ അബ്രാഹ്മണനാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ P കൃഷ്ണപിള്ള. സഖാവ് എന്ന് ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത് P കൃഷ്ണപിള്ളയാണ്. അതേപോലെ തന്നെ പാമ്പുകടി ഏറ്റു മരിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഖാവാണ് P കൃഷ്ണപിള്ള. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞാണ്, എൻ്റെ കണ്ണിൽ ഇരുൾ വ്യാപിച്ചു വരുന്നു, എൻ്റെ ശരീരമാകെ തളരുകയാണ്, എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം, സഖാക്കളെ മുന്നോട്ട് എന്ന് പറഞ്ഞ ആളാണ് ആരെന്ന് പറയുന്നത് P കൃഷ്ണപിള്ള. അതേപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടത്തിയത്, അതേപോലെ അത് ഏത് സ്ഥലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊന്നാനി താലൂക്കാണ്. ഗുരുവായൂർ സത്യാഗ്രഹ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടന്ന താലൂക്ക് പൊന്നാനിയാണെന്നുള്ളതും ഓർത്തു വയ്ക്കാം.
ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പനാന്നുള്ളതും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം എന്ന് പറയുന്നത്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത് TK മാധവനാണ്. ഓക്കെ, അപ്പോൾ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം, തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത് TK മാധവനാണ്. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് TK മാധവൻ ശ്രീമൂലം പ്രജാസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വർഷമാണ് 1919. ഓക്കെ, അപ്പോൾ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് TK മാധവൻ ശ്രീമൂലം പ്രജാസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വർഷമാണ് 1919. 1923 കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് TK മാധവനാണ്. ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് 1932 തിരുവിതാംകൂർ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ VS സുബ്രഹ്മണ്യ അയ്യരാണ്. ഓക്കെ, അപ്പോൾ കാക്കിനട കോൺഗ്രസ് സമ്മേളനമാണ് എന്തുമായി ബന്ധപ്പെട്ട്, അയിത്തോച്ചാടനവുമായി ബന്ധപ്പെട്ട് നടന്ന സമ്മേളനം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ഓർത്തു വെച്ചേക്കുക. ചെങ്ങന്നൂരിൽ 1935 നവംബർ 3 നടന്ന ഹരിജൻ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാന്ന് ചോദിച്ചാൽ രാമചന്ദ്രനാണ്. ഓക്കെ, 1936 മാർച്ച് 22 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന വാർഷിക സമ്മേളനത്തിൽ ഒരു ക്ഷേത്രപ്രവേശന കമ്മിറ്റി രൂപീകരിക്കാനും കേരളത്തിൽ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനം ആരംഭിക്കാനും തീരുമാനിച്ച സംഘടനയാണ് കേരള ഹരിജൻ സേവാ സംഘം. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം നടക്കുമ്പോൾ അഖിലേന്ത്യാ ഹരിജൻ സേവാ സംഘത്തിന്റെ പ്രസിഡന്റായിരുന്നു GD ബിർള. കേരളത്തിൽ ക്ഷേത്രപ്രവേശന വിളംബര ദിനമായി ആചരിച്ചത് 1936 ഏപ്രിൽ 19. തിരുവനന്തപുരത്ത് നടന്ന കേരള ക്ഷേത്രപ്രവേശന സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ശ്രീമതി രാമേശ്വരി റാവുവാണ്. കേരള ക്ഷേത്രപ്രവേശന സമ്മേളനത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് കേളപ്പനാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തതാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ഓക്കെ, അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം എല്ലാം വരുന്നത് നവംബർ 12 എന്ന് പറയുന്നത്. ഇനി നവംബർ മാസങ്ങളിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് മന്നത്ത് പത്മനാഭൻ എന്ത് ചെയ്തത്, അങ്ങനെ ഒരു അഭിസംബോധന ചെയ്തത്. ഓക്കെ, ഇനി തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരം, അതാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1936 നവംബർ 12 എന്ത് ചെയ്തത്, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. അദ്ദേഹത്തിന്റെ 25ാം ജന്മദിനത്തിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ത് ചെയ്യുന്നത്, പുറപ്പെടുവിച്ചത്. അപ്പോൾ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ 25ാം ജന്മദിനത്തിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ത് ചെയ്യുന്നത്, പുറപ്പെടുവിക്കുന്നത്. എന്തിനായിരുന്നു? തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ഏതെന്ന് പറയുന്നത്, ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാമസ്വാമി അയ്യരാണ്. ആരാണ്? രാമസ്വാമി അയ്യരാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്, വെരി വെരി ഇമ്പോർട്ടന്റ്, ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളൂർ S പരമേശ്വര അയ്യർ. ഓക്കെ, അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഉള്ളൂർ S പരമേശ്വര അയ്യരാണ്. ഉള്ളൂർ S പരമേശ്വര അയ്യർ. വിശേഷണങ്ങൾ: ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. കേരളത്തിന്റെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്ന സംഭവം ഏതാന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്നും ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക സ്മൃതി എന്നിങ്ങനെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? ആധുനിക കാലത്തെ മഹാത്ഭുതമെന്നും ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക രേഖാസ്മൃതി എന്നിങ്ങനെ വിശേഷിപ്പിച്ചത്
ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ഗാന്ധിജി തന്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി തന്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത്. ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരി. അതായത് ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള സി രാജഗോപാലാചാരി പറഞ്ഞതാണ് ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് സി രാജഗോപാല ആചാര്യ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപിള്ളയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്നാ കാർട്ട. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവവും ക്ഷേത്രപ്രവേശന വിളംബരമാണെന്നുള്ളതും ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട്. എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1936 നവംബർ 12 ആരുടെ ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവിന്റെ 25ാം ജന്മദിനത്തിലാണ് ഇത് എന്ത് ചെയ്യുന്നത് പുറപ്പെടുവിച്ചത്. അതേപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്രതിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തിയാണ് രാമസ്വാമി അയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ മക്കളെ ആരാ? ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാന്നുള്ളത് ഓർത്തു വയ്ക്കുക. വിശേഷണങ്ങളാണ് ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചു. അതേപോലെ തന്നെ കേരളത്തിന്റെ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിച്ചു. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി തന്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചു. ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരി. സ്പിരിച്വൽ മാഗ്നാ കാർട്ട എന്ന് തിരുവിതാംകൂറിന്റെ വിശേഷിപ്പിച്ചത് ടി കെ വേലുപിള്ള. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചതും ഏതിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ഇനി കേരള ഗ്രന്ഥശാല പ്രസ്ഥാനം. കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾക്ക് തുടക്കമായത് പബ്ലിക് ലൈബ്രറി സ്ഥാപിതമായതോടെയാണ്. പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത് സ്വാതി തിരുനാളാണ്. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1829 പബ്ലിക് ലൈബ്രറി സ്വാതി തിരുനാൾ സ്ഥാപിക്കുന്നത്. ഓക്കെ, കൊച്ചിയിൽ സർക്കാർ സ്ഥാപിച്ച റൂറൽ ലൈബ്രറികളും ജനങ്ങൾ സ്ഥാപിച്ച പൊതുഗ്രന്ഥശാലകളും ഉണ്ടായി. മലബാറിൽ ജനകീയ ഗ്രന്ഥശാലകൾ ഉടലെടുത്ത് ദേശീയ പ്രസ്ഥാനത്തിന്റെയും നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും ഭാഗമായാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന സാംസ്കാരിക പ്രസ്ഥാനമായിരുന്നു കേരള ഗ്രന്ഥശാല സംഘം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തത് കേരള യുക്തിവാദി പ്രസ്ഥാനം. യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ തുടക്കമായി കരുതപ്പെടുന്നത് 1917 കെ കേളപ്പൻ സ്ഥാപിച്ച സഹോദര സംഘത്തിൽ നിന്നുമാണ്. യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്, വേണം ധർമ്മം, വേണം ധർമ്മം, ധർമ്മം യഥോചിതം എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. യുക്തിവാദി പ്രചരണത്തിനായി യുക്തിവാദി മാസിക ആരംഭിച്ചത് 1929. യുക്തിവാദി മാസികയുടെ പ്രമാണമാണ് യുക്തിയേന്തി മനുഷ്യന്റെ ബുദ്ധിശക്തി ഗണിച്ചതിൽ ലഭിച്ചതിലൊന്നും ലോകവിജ്ഞാന രാശിയിൽ. ഓക്കെ, ലഭിച്ചതിലൊന്നും ലോകവിജ്ഞാന രാശിയിൽ. കേരള യുക്തിവാദി സംഘം ആരംഭിച്ചത് 1967. കേരള യുക്തിവാദി സംഘം മുഖം മാസികയാണ് യുക്തിരേഖ. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1983 യുക്തിരേഖ എന്ന് പറയുന്ന മാസിക പുറത്തിറക്കുന്നത്. മാറ്റത്തിന് തുടക്കം കുറിച്ച ജാഥകളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. യാചനായാത്ര 1931 VT ഭട്ടതിരിപ്പാട് തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ. അപ്പോൾ യാചനായാത്ര ആരാണ്? VT ഭട്ടതിരിപ്പാട്, തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ. അടുത്തത് സാമൂഹിക പരിഷ്കരണ ജാഥ 68 ഭട്ടതിരിപ്പാട് കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെയാണ് സാമൂഹിക പരിഷ്കരണ ജാഥ. പട്ടിണി ജാഥ, വെരി വെരി ഇമ്പോർട്ടൻ്റ്. പട്ടിണി ജാഥ 1936 AK ഗോപാലൻ കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് പട്ടിണി ജാഥ AK ഗോപാലൻ. ക്ഷേത്രജാഥ AK ഗോപാലൻ കണ്ണൂർ മുതൽ ഗുരുവായൂർ വരെ. മലബാർ ജാഥ കോഴിക്കോട് മുതൽ തിരുവിതാംകൂർ വരെ. കർഷക ജാഥ 1960 AK ഗോപാലൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ.
ജീവജാഥ 1959 മന്നത്ത് പത്മനാഭൻ, അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ. രാജധാനി ജാഥ അക്കാമ ചെറിയൻ തമ്പാനൂർ മുതൽ കവടിയാർ വരെ. യുദ്ധവിരുദ്ധ ജാഥയാണ് പൊയ്കേലി യോഹന്നാൻ, മരകുളം മുതൽ കൂളത്തൂർ വരെ. ഇനി കർഷക ജാഥ ആനന്ദ തീർത്ഥൻ, പാലക്കാട് മുതൽ സബർമതി വരെ. ഉപ്പ് സത്യാഗ്രഹ ജാഥയാണ് ആരെന്ന് പറയുന്നത് TR കൃഷ്ണസ്വാമി അയ്യർ, പാലക്കാട് മുതൽ പയ്യന്നൂർ വരെയാണ് ഉപ്പ് സത്യാഗ്രഹ ജാഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കേരളത്തിലെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നതിൻ്റെ അകത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇംഗ്ലീഷ്, അതേപോലെ തന്നെ മലയാളം, മാത്സ്, ഇത്രയും കാര്യങ്ങൾ കൂടി നോക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഇതിൻ്റെ PDF നോട്ട് കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ തരികയാണ്. അപ്പോൾ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും അതേപോലെ PDF നോട്ട്, ക്വസ്റ്റ്യൻ ബോൾ, റിവിഷൻ എല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണ്. അതേപോലെ തന്നെ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റാങ്കിലേക്ക് വരാൻ പറ്റുമെന്നുള്ള കാര്യം 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സപ്പോർട്ടാണത്. അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി പോയിന്റ്സിലേക്ക് നോക്കാം. അതായത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് മലയാളവും ഇംഗ്ലീഷും അതേപോലെ തന്നെ മാത്സിൻ്റെ 25 ചോദ്യങ്ങളാണ്. അത് നമുക്ക് ഒത്തിരി പേര് പറയുന്നുണ്ട് മാത്സ് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ്. അപ്പോൾ തൽക്കാലം നമ്മളത് ചെയ്യുന്നില്ല. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മാത്സിൻ്റെ ക്ലാസ്സുകളും ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ. അടുത്ത അതായത് എക്സാമിനൊക്കെ മുന്നോടിയായിട്ട് റിവിഷൻ ഒരു ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയെല്ലാം ബോർഡിൽ ചെയ്യാവുന്ന തരത്തിൽ തന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും അതേപോലെ തന്നെ മലയാളമാണ് ഇനി നോക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെയാണ് മലയാളം ശൈലികൾ. എപ്പോഴും PSC എക്സാമുകളിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഠിച്ചോ. കേമദ്രുമ യോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ദൗർഭാഗ്യം എന്നതാണ്. കേമദ്രുമ യോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ ദൗർഭാഗ്യം. അടുത്തത് കരതലാമലകം. കരതലാമലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായത് എന്നാണ് കരതലാമലകം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും കരതലാമലകമായി എന്ന് കരുതുന്നു, അതായത് വളരെ വ്യക്തമായി എന്ന് കരുതുന്നു. അപ്പോൾ കരതലാമലകം വളരെ വ്യക്തമായത്. മുട്ടുശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികം അല്ലെങ്കിൽ പരിഹാരം എന്നതാണ് മുട്ടുശാന്തി. ഓക്കെ, അടുത്തത് അജഗജാന്തരം. അജഗജാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യത്യാസം എന്നതാണ് അജഗജാന്തരം എന്ന ശൈലിയുടെ അർത്ഥം. വലിയ വ്യത്യാസം, അജഗജാന്തരം വലിയ വ്യത്യാസം. കൂപമണ്ഡൂകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പജ്ഞാനാണ് എന്തെന്ന് പറയുന്നത് കൂപമണ്ഡൂകം. അപ്പോൾ അല്പജ്ഞനാണ് എന്തെന്ന് പറയുന്നത് കൂപമണ്ഡൂകം. കണ്ടകശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടകാലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കണ്ടകശനി എന്ന് പറയുന്നത്. വലിയ കഷ്ടകാലം സംഭവിക്കുന്ന സമയത്താണ് നമ്മൾ പറയുന്നത് ഓ എനിക്കിപ്പോൾ കണ്ടകശനിയാന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കറവപ്പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭകരമായ വസ്തുവാണ്. കറവപ്പശു ലാഭകരമായ വസ്തു. ഏഴാം കൂലി ഏറ്റവും നിസ്സാരം എന്നതാണ് ഏഴാം കൂലി എന്ന ശൈലിയുടെ അർത്ഥം ഏറ്റവും നിസ്സാരം. ഒറ്റമൂലി അറ്റ കൈയാണ് ഒറ്റമൂലി എന്ന് പറയുന്നത്. അടുത്തത് അസുരവിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടസന്തതിയാണ് അസുരവിത്ത് എന്ന് പറയുന്നത്, ദുഷ്ടസന്തതി. പൂച്ചയ്ക്ക് മണി കെട്ടുക, അതായത് അവിവേകമായ ഉദ്യമത്തെയാണ് പൂച്ചയ്ക്ക് മണി കെട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷപാതം എന്നതാണ് ഇരട്ടത്താപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷപാതമാണ് ഇരട്ടത്താപ്പ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി നോക്കാം. കേമദ്രുമ യോഗം, അതായത് വലിയ ദൗർഭാഗ്യത്തെയാണ് കേമദ്രുമ യോഗം എന്ന് പറയുന്നത്. കരതലാമലകം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായതാണ് കരതലാമലകം എന്ന് പറയുന്നത്, കരതലാമലകം. മുട്ടുശാന്തി താൽക്കാലികം. അജഗജാന്തരം വലിയ വ്യത്യാസം. കൂപമണ്ഡൂകം അല്പജ്ഞൻ. കണ്ടകശനി വലിയ കഷ്ടകാലം. അതേപോലെ കറവപ്പശു ലാഭകരമായ വസ്തു. ഏഴാം കൂലി ഏറ്റവും നിസ്സാരം. ഒറ്റമൂലി അറ്റകയ്യ്. അസുരവിത്ത് ദുഷ്ടസന്തതി. പൂച്ചയ്ക്ക് മണി കെട്ടുക അവിവേകമായ ഉദ്യമം. ഇരട്ടത്താപ്പ് പക്ഷപാതം എന്നാണുള്ളതും ഓർത്തു വയ്ക്കാം. അടുത്ത നമുക്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 നമുക്ക് നോക്കാം. പ്ലേസ് വെയർ വെപ്പൺസ് ആർ കെപ്റ്റ് ആണ് ആഴ്സണൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പ്ലേസ് വെയർ വെപ്പൺസ് ആർ കെപ്റ്റ് അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ആഴ്സണൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വെപ്പൺസ് ഒക്കെ നമ്മൾ എന്താണ് സൂക്ഷിക്കുന്ന സ്ഥലം, അതിനെയാണ് ആഴ്സണൽ എന്ന് പറയുന്നത്. പ്ലേസ് വെയർ ബ്രെഡ് ഈസ് മെയ്ഡ്. പ്ലേസ് വെയർ ബ്രെഡ് ഈസ് മെയ്ഡ്, ബ്രെഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് ബേക്കറി. ഫാക്ടറി ഫോർ മാനുഫാക്ചറിങ് ബിയർ ആണ് എന്തെന്ന് പറയുന്നത്
ബ്രേവറി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ബിയറൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. പ്ലേസ് വിത്ത് ഗാംബ്ലിംഗ് ടേബിൾസ് ആണ് കാസിനോ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേസ് വെയർ വിത്ത് ഗാംബ്ലിംഗ് ടേബിൾസ്, എവിടെയാണോ നമ്മൾ ഈ പറയുന്ന ഗാംബ്ലിംഗ് ടേബിൾസ്, അതായത് ചൂതാട്ടം ഉള്ള ടേബിളുകൾ ഉള്ളത്, അതിനെയാണ് കാസിനോ എന്ന് പറയുന്നത്. ചർച്ച് ഓഫ് ബിഷപ്പ് ആണ് കത്തീഡ്രൽ എന്ന് പറയുന്നത്. പ്ലേസ് വെയർ ഡെഡ് ബോഡീസ് ആർ ഇൻട്രഡ് ആണ് എന്തെന്ന് പറയുന്നത് സെമിറ്ററി എന്ന് പറയുന്നത്. അടുത്തതാണ് പ്ലേസ് ഇൻ റെയിൽവേ സ്റ്റേഷൻ വെയർ ലഗേജ് ഈസ് കെപ്റ്റ് ആണ് ക്ലോക്ക് റൂം എന്ന് പറയുന്നത്. ഓക്കെ, എവിടെയാണോ ഈ പറയുന്ന ലഗേജ് ഒക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ, അതിനെ ക്ലോക്ക് റൂം എന്ന് പറയുന്നു. ഇനി പ്ലേസ് വെയർ ഷിപ്പ് ആർ മെയ്ഡ് ആണ് ഡോക്യാർഡ് എന്ന് പറയുന്നത്. പ്ലേസ് വെയർ ഷിപ്പ് ആർ മെയ്ഡ് ആണ് ഡോക്യാർഡ്. ഷിപ്പൊക്കെ ഉണ്ടാക്കുന്ന പ്ലേസ്, അതായത് ഷിപ്പ് ഉണ്ടാക്കുന്ന ആ സ്ഥലത്തെയാണ് നമ്മൾ ഡോക്യാർഡ് എന്ന് പറയുന്നത്. പ്ലേസ് വെയർ ഗുഡ്സ് ആർ മെയ്ഡ് ആണ് ഫാക്ടറി എന്ന് പറയുന്നത്. അടുത്തത് പ്ലേസ് വെയർ മോട്ടോ കാർസ് ആർ കെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഗ്യാരേജ്. ഓക്കെ, പ്ലേസ് വെയർ മോട്ടോ കാർസ് ആർ കെപ്റ്റ് ആണ് ഗ്യാരേജ് എന്ന് പറയുന്നത്. പ്ലേസ് വെയർ ഗ്രെയിൻസ് ഈസ് സ്റ്റോർഡ് ആണ് എന്തെന്ന് പറയുന്നത് ഗ്രാനറി, അതായത് ധാന്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗ്രാനറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഓടിച്ചു പറയാം. പ്ലേസ് വെയർ വെപ്പൺസ് ആർ കെപ്റ്റ് ആണ് ആഴ്സണൽ. പ്ലേസ് വെയർ ബ്രെഡ് ഈസ് മെയ്ഡ് ആണ് ബേക്കറി. ഫാക്ടറി ഫോർ മാനുഫാക്ചറിംഗ് ബി ആണ് ബ്രേവറി എന്ന് പറയുന്നത്. പ്ലേസ് വിത്ത് ഗാംബ്ലിംഗ് ടേബിൾസ് ആണ് കാസിനോ. ചർച്ച് ഓഫ് ബിഷപ്പ് ആണ് കത്തീഡ്രൽ. പ്ലേസ് വെയർ ഡെഡ് ബോഡീസ് ആർ ഇൻട്രേഡ് ആണ് സെമിറ്ററി. ഇനി പ്ലേസ് ഇൻ റെയിൽവേ സ്റ്റേഷൻ വെയർ ലഗേജ് ഈസ് കെപ്റ്റ് ക്ലോക്ക് റൂം ആണ്. പ്ലേസ് വെയർ ഷിപ്പ് ആർ മെയ്ഡ് ഡോക്യാർഡ്. പ്ലേസ് വെയർ ഗുഡ്സ് ആർ മെയ്ഡ് ഫാക്ടറി. പ്ലേസ് വെയർ മോട്ടോ കാർ ആർ കെപ്റ്റ് ഗ്യാരേജ്. പ്ലേസ് വെയർ ഗ്രെയിൻസ് ഈസ് സ്റ്റോർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാനറി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ലെങ്ത് അത്യാവശ്യം നല്ല ലെങ്ത് ആണ്, കാരണം ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ്സിൻ്റെ ലെങ്ത് കൂടുതലാണ്. കാരണം നിങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ പരമാവധി യൂട്യൂബിലും വലിയ വ്യൂസ് ഒന്നും കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കണ്ടന്റ് വരുന്നുണ്ട്. പിന്നെ കുറേ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൻ്റെ ക്ലാസ്സും സയൻസിൻ്റെ ക്ലാസ്സും എന്താണെന്നുള്ളത്. നമ്മൾ ഓരോ ദിവസവും ഓരോ ക്ലാസ്സുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ക്ലാസ്സുകൾ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അതായത് ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ഇയർ, അതേപോലെ തന്നെ മലയാളത്തിൻ്റെ, മാത്സിൻ്റെ ഇത്രയത്തിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും പുതിയൊരു ബാച്ച് പോലെ തന്നെ നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. എക്സാമിന് മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന മാത്സിലെ എല്ലാ ടോപ്പിക്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മാത്സിൽ ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കണക്കുകളാണ്, അതായത് സാധാരണ പലിശ. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് അതായത് സാധാരണ പലിശ ആണ് ഇന്നത്തെ 25 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ദിവസം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കൂട്ടുപലിശയുമായി ബന്ധപ്പെട്ട 25 ചോദ്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോൾ ഓരോ ദിവസം ഓരോ ടോപ്പിക്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അടുത്തുള്ള ദിവസം നമുക്കിപ്പോൾ ഈ പറയുന്ന ഇംഗ്ലീഷും മാത്സും മലയാളവും ഇതിൻ്റെ കൂടെ തരാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ടെൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് അല്ലെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾക്ക് തരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന ഇപ്പോൾ തന്നെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഏകദേശം 1 മണിക്കൂറിന് മുകളിലേക്ക് വരുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ ഇനി ആ ഒരു പോർഷൻ കൂടി ഇതിൻ്റെ അകത്ത് നമ്മൾ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 2 മണിക്കൂറിനൊക്കെ മുകളിലേക്ക് വരുന്ന ക്ലാസ്സുകളായിരിക്കും. കാരണം നമ്മളിത് നിങ്ങൾക്ക് ക്ലാസ് തരുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി അതിൻ്റെ എക്സസൈസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ, അത് ചുരുങ്ങിയത് നമുക്ക് ഒരു 50 എണ്ണമെങ്കിലും ഓരോ ടോപ്പിക് വൈസ് വെച്ച് വരും. അപ്പോൾ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾക്കത് ചെയ്ത് തന്നിട്ട് മാത്രമാണ് കാര്യമുള്ളൂ. അല്ലാതെ ഞാൻ ഒരിക്കലും എൻ്റെ ഓരോ ക്ലാസ്സുകളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാ ക്ലാസ്സുകളും 1 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂറൊക്കെ വരുന്ന ക്ലാസ്സുകൾ ആണ് നിങ്ങൾക്ക് തരുന്നത്. കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്കത് മനസ്സിലാവണം. അതേപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതായത് എന്താണോ നമുക്ക് സിലബസിൽ പറയുന്ന ആ ഓരോ ടോപ്പിക്സുകളും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് തന്നെയാണ് ഓരോ ക്ലാസ്സുകളും പോകുന്നത്. എല്ലാം കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ഇതെല്ലാം നിങ്ങൾ കോർത്തിണക്കി ഈ നോട്ട്സ് എല്ലാം ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ സിലബസിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ
അതെല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള ഒരു പക്ക ഒരു റാങ്ക് ഫയൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്ത് അതിൻ്റെ അകത്ത് SCRT NCRT റഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ എല്ലാം ഉൾപ്പെടുത്തി തന്നെയാണ് ക്ലാസ്സുകൾ തരുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഓരോ ദിവസവും തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്താണ് പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നിങ്ങൾ ഒറ്റ പൈസ പോലും മുടക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കാണുക, അതേപോലെ തന്നെ നിങ്ങളാൽ കഴിയുന്ന സപ്പോർട്ട്, അതായത് മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇത്ര മാത്രമാണുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വൈകിട്ട് 9 മണിക്ക് ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാവരും ക്ലാസ് കണ്ട് നോട്ടും വായിച്ച് ഫുൾ ആൻസറും ചെയ്യാൻ പാകത്തിന് സെറ്റായിട്ട് പോരെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.